ആയുഷുവ? വിനായക് ഒരിക്കൽ കൂടി അഭിരാമിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ്റെ കണ്ണുകളിൽ അവിശ്വാസവും ചെറിയൊരു പരിഹാസവും കലർന്നിരുന്നു. അതെ ഏട്ടാ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. അഭിരാമിയുടെ വാക്കുകളിലെ ഇടർച്ച വിനായക് ശ്രദ്ധിച്ചിരുന്നു. അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തല കുനിച്ചു പിടിച്ചാണ് അവളത് പറഞ്ഞത്. സന്തോഷം കൊണ്ട് വിരിയേണ്ട മുഖത്ത് ഭയത്തിൻ്റെ നിഴലായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. വിനായകിൻ്റെ ആ പെട്ടെന്നുള്ള മാറ്റം കണ്ടപ്പോൾ അഭിരാമിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. താൻ പറയാൻ ആഗ്രഹിക്കാത്ത സത്യം വെളിപ്പെടുത്തിയതിൻ്റെ ആഘാതത്തിലായിരുന്നു അവൾ. പുറത്തേക്ക് പോയവൻ മിനിറ്റുകൾക്കകം അകത്തേക്ക് തിരിച്ചു വന്നു. അവൻ്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതവൻ അവളുടെ നേരെ നീട്ടി. അതെന്താണെന്ന് മനസ്സിലാവാതെ അഭിരാമി നെറ്റിച്ചുളിച്ചു. അഭിരാമി, MA എക്കണോമിക്സ് ആണ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. ഇത് വായിച്ചാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ആ വിദ്യാഭ്യാസം മതി. വിനായകൻ്റെ ശബ്ദത്തിൽ ഒരുതരം കടുപ്പമുണ്ടായിരുന്നു. എന്താണ് വിനായക് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൻ നീട്ടിയ പേപ്പർ വാങ്ങാതെ അവൾ പകച്ചു നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിലെ തീഷ്ണത അവളെ തളർത്തി. അത് ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചില ടെസ്റ്റുകൾ ചെയ്തതിൻ്റെ റിസൾട്ടാണ്. അത് പ്രകാരം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നല്ല, ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. ഇതെല്ലാം വിശദമായി നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയുള്ള എൻ്റെ ഭാര്യ എങ്ങനെയാണെന്നല്ലേ? വിനായക് പറഞ്ഞത് കേട്ട് അഭിരാമി ശരിക്കും ഞെട്ടി. ലോകം തന്നെ കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. സഹദേവൻ, അവളുടെ അച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന ആൾ, അയാൾക്കിതെല്ലാം അറിയാമായിരുന്നു. വിനായകന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അയാൾ ഈ വിവാഹം നടത്തിക്കൊടുത്തത്? അഭിരാമി പൊട്ടിക്കരഞ്ഞുപോയി. അവളുടെ ജീവിതം ഒരു വലിയ ചതിക്കുഴിയിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സത്യത്തിൽ സഹദേവൻ അവളുടെ സ്വന്തം അച്ഛനായിരുന്നില്ല. അഭിരാമിക്ക് 4 or 5 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് തനിക്കിഷ്ടപ്പെട്ട സഹദേവന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്. അമ്മയുടെ ഒപ്പം വന്ന ആ കുഞ്ഞിനെ അയാൾ മകളായി സ്വീകരിച്ചു എന്ന് നാട്ടുകാർ കരുതി. പക്ഷേ സഹദേവൻ ഒരു മൃഗമായിരുന്നു. കൗമാരപ്രായത്തിലേക്ക് എത്തിയതു മുതൽ അയാളെ പേടിച്ചായിരുന്നു അവളുടെ ഓരോ ദിവസവും കടന്നുപോയത്. അമ്മ മരിച്ചതോടെ അവൾ ആ വീട്ടിൽ ഒറ്റയ്ക്കായി. സഹദേവന്റെ കണ്ണുകളിൽ കാമത്തിന്റെ നിഴലെന്നും അവളിൽ കണ്ടിരുന്നു. അയാളെ പ്രതിരോധിക്കാൻ അവൾക്ക് കരുത്തുണ്ടായിരുന്നില്ല. സഹദേവന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൾ പലപ്പോഴും രക്ഷപ്പെട്ടിരുന്നത്. അവർ മറ്റെവിടേക്കെങ്കിലും പോയാൽ ആ രാത്രികളിൽ അവൾ അടുത്തുള്ള വീടുകളിൽ അഭയം തേടി. ഒടുവിൽ വിനായകന്റെ ആലോചന വന്നപ്പോൾ തൻ്റെ ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം താൻ രക്ഷപ്പെടുമെന്നാണ് അവൾ കരുതിയത്. ഓരോ തവണ സഹദേവനെ അവൾ എതിർക്കുമ്പോഴും അവളോടുള്ള പക അയാൾക്ക് കൂടി വന്നു. അതുകൊണ്ടാണ് അവളെ എങ്ങനെ ഒരാളെ ഏൽപ്പിക്കാമെന്ന് കരുതിയത്. അഭിരാമി, ചുമ്മാ കിടന്ന് മോങ്ങാതെ പറയും, ഈ കുഞ്ഞ് ആരുടേതാണ്? വിനായക് അവളുടെ അരികിലേക്ക് വന്ന് ഗൗരവത്തിൽ ചോദിച്ചു. അവൾക്കിനിയൊന്നും മറച്ചു വെക്കാൻ കഴിയില്ലായിരുന്നു. അവൾ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു. വർഷങ്ങളായി താൻ അനുഭവിച്ച ക്രൂരതകൾ, സഹദേവന്റെ പീഡനങ്ങൾ, തന്നെ ഒരു ഭോഗവസ്തുവായി മാത്രം കണ്ട അയാളുടെ സ്വഭാവം, അവളെല്ലാം വിറയലൂടെ പറഞ്ഞു തീർത്തു. കല്യാണം ഉറപ്പിച്ചതിനു ശേഷം ഒരു രാത്രി അയാൾ കുടിച്ചു വന്ന് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതും ആ കുഞ്ഞാണ് ഇപ്പോൾ തൻ്റെ വയറ്റിൽ വളരുന്നതെന്നും അവൾ പറയുമ്പോൾ വിനായക് ശരിക്കും സ്തംഭിച്ചുപോയി. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയേട്ടാ. ഇതാരോടെങ്കിലും പറഞ്ഞാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എനിക്ക് ജീവിക്കാൻ പേടിയായിരുന്നു. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അവൾ വിനായകന്റെ കാല് പിടിച്ച് കരഞ്ഞു. വിനായക് അല്പനേരം നിശബ്ദനായി നിന്നു. അവൻ്റെ ഉള്ളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ ഇരമ്പുകയായിരുന്നു. അഭിരാമി അനുഭവിച്ച നരകത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവൻ അവളോട് സഹതാപം തോന്നി. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ ഇരയായിരുന്നു. വേട്ടക്കാരൻ പുറത്ത് സുഖമായി വാഴുന്നു. വിനായക് ചിന്തിച്ചു, തനിക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്നത് വലിയൊരു സങ്കടമായിരുന്നു. പക്ഷേ അഭിരാമിയുടെ ഈ അവസ്ഥയിൽ അവളെ കൈവിടാൻ അവന് തോന്നിയില്ല. അവൻ പതുക്കെ അവളെ എഴുന്നേൽപ്പിച്ചു. അവളുടെ കണ്ണുനീർ തുടച്ചു. കരയേണ്ട അഭിരാമി, നീ അനുഭവിച്ചത് വലിയൊരു ക്രൂരതയാണ്. പക്ഷേ ഈ കുഞ്ഞ്, ഇതിനെന്ത് തെറ്റാണുള്ളത്? എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതാണ്. അപ്പോൾ ഈ കുഞ്ഞെനിക്ക് ദൈവം തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ നമുക്ക് സ്വന്തം കുഞ്ഞായി വളർത്താം. ആരും ഒന്നും അറിയണ്ട. അഭിരാമിക്ക് വിശ്വസിക്കാനായില്ല. വിനായക് ഇത്രയും വലിയൊരു മനസ്സ് കാണിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൾ നന്ദിയോടെ അവനെ നോക്കി. പക്ഷെ വിനായകന്റെ മനസ്സിൽ മറ്റൊരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു. സഹദേവൻ എന്ന മൃഗത്തെ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാതെ വിടാൻ അവൻ ഉദ്ദേശിച്ചിരുന്നില്ല. അടുത്ത ദിവസം തന്നെ വിനായക് പുറത്തേക്ക് പോയി. ആരോടും ഒന്നും പറഞ്ഞില്ല. അഭിരാമി വീട്ടിൽ വല്ലാത്തൊരു ഭയത്തിലായിരുന്നു.
വൈകുന്നേരം ആയപ്പോൾ നാട്ടിൽ ഒരു വാർത്ത പരന്നു. സഹദേവൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. വീടിനടുത്തുള്ള ഇടവഴിയിൽ വെച്ച് ഏതോ ഗുണ്ടാസംഘം അയാളെ മർദ്ദിച്ചു ചതച്ചു എന്നാണ് കേട്ടത്. വിനായക് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അഭിരാമി ആ വാർത്ത അവനോട് പറഞ്ഞു. ഏട്ടാ, അച്ഛനെ അല്ല, ആ സഹദേവനെ ആരോ തല്ലി ചതച്ചു, ആശുപത്രിയിലാണത്രേ. വിനായക് ഒന്നും അറിയാത്ത ഭാവത്തിലിരുന്നു. അങ്ങനെയോ? കഷ്ടം തന്നെ. അയാൾക്ക് ശത്രുക്കൾ വല്ലതും കാണും, അവൻ ശാന്തനായി പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. സഹദേവന്റെ നട്ടെല്ലിന് മാരകമായ പരിക്കായിരുന്നു. അയാൾക്കിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനോ പഴയതുപോലെ ആരെയും ഉപദ്രവിക്കാനോ കഴിയില്ല. ഒരു വീൽ ചെയറിൽ ഒതുങ്ങുന്ന ജീവിതമായി അയാളുടേത് മാറി. സംസാരശേഷിയും ഭാഗികമായി നഷ്ടപ്പെട്ടു. അഭിരാമി ഇതൊക്കെ കേട്ടപ്പോൾ ആശ്വസിച്ചു. തന്നെ ഇത്രയും കാലം വേട്ടയാടിയ മൃഗത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ദൈവം നീതിയുള്ളവനാണേട്ടാ. അയാൾ ചെയ്ത പാപങ്ങൾക്ക് അയാൾ അനുഭവിച്ചു തുടങ്ങി, അഭിരാമി സമാധാനത്തോടെ പറഞ്ഞു. അത് കേട്ട് വിനായക് അവളെ ഒന്ന് നോക്കി. അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിക്ക് പിന്നിൽ രഹസ്യം അവൻ മാത്രം അറിഞ്ഞു. താൻ തൻ്റെ ഭാര്യയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടി ചെയ്ത ആ പ്രവൃത്തി അവനിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കിയില്ല. പകരം ഒരുതരം സംതൃപ്തിയാണ് അവന് തോന്നിയത്. മാസങ്ങൾ കടന്നുപോയി. വിനായകിൻ്റെയും അഭിരാമിയുടെയും ജീവിതത്തിലേക്ക് ഒരാൺകുഞ്ഞ് പിറന്നു. വിനായക് അവനെ കൈകളിലെടുത്തു. അവൻ്റെ കണ്ണുകളിൽ ആ കുഞ്ഞിനോട് വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞു നിന്നു. ഒരിക്കൽ പോലും വിനായകന് അത് സ്വന്തം കുഞ്ഞല്ല എന്ന് തോന്നിയില്ല. അവനെ ഏറ്റുവാങ്ങിയത് അവൻ്റെ കൈകളിലേക്കാണ്. അന്നു മുതൽ അവൻ ആ കുഞ്ഞിൻ്റെ അച്ഛനായി മാറി. സഹദേവൻ തൻ്റെ പാവങ്ങളുടെ ഭാരം പേറി എവിടെയോ ഒരു മുറിയിൽ ആരും നോക്കാതെ പുഴുവരിച്ച് തളർന്നു കിടക്കുമ്പോൾ വിനായകൻ്റെ വീട്ടിൽ കുഞ്ഞിൻ്റെ ചിരി മുഴങ്ങി. അഭിരാമി ഇപ്പോൾ പഴയ പേടി സ്വപ്നങ്ങളിൽ നിന്നൊക്കെ മോചിതയായിരിക്കുന്നു. വിനായക് നൽകിയ സ്നേഹവും കരുതലും അവളെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി. തൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞ് ആരുടേതാണെന്ന് അവൾ ഇപ്പോൾ ഓർക്കാറില്ല. കാരണം ആ കുഞ്ഞിനെ അച്ഛൻ സ്നേഹത്തോടെ നെഞ്ചോട് ചേർക്കുന്നത് വിനായകനാണ്. ദൈവം തനിക്ക് തന്ന രക്ഷയ്ക്കാണ് വിനായകെന്ന് അവൾ ഓരോ നിമിഷവും ഉറപ്പിച്ചു. ഇന്നിപ്പോൾ ആ കുഞ്ഞ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്തായി മാറിയിരിക്കുകയാണ്. അവൻ്റെ അച്ഛനും അമ്മയുമായി വിനായകും അഭിരാമിയും നിറഞ്ഞ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.